ഹലോ എവരിവൺ, SSC MTS എക്സാം അനാലിസിസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. സെപ്റ്റംബർ 5 എല്ലാ ഷിഫ്റ്റുകളുമായിട്ട് ചോദിച്ച GK സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, SSC MTS ബാക്കി പല ദിവസങ്ങളിലായിട്ട് നടന്ന ഷിഫ്റ്റിലുള്ള GKയുടെയും അതുപോലെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഒക്കെ വീണ്ടും പല ഷിഫ്റ്റുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഷിഫ്റ്റിലും വന്നേക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സെപ്റ്റംബർ 5 എല്ലാ ഷിഫ്റ്റുകളിലുമായിട്ട് ചോദിച്ച 3 ഷിഫ്റ്റുകളിലുമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് പഞ്ചം ദ എന്ന പേരിൽ സോബ്രിക്കറ്റ് നെയിമിൽ അറിയപ്പെട്ട ആൾ ആരാണെന്നാണ് ചോദ്യം. ഹൂ ഈസ് നോൺ ആസ് പഞ്ചം ദ എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് രാഹുൽ ദേവ് ബർമൻ ആണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ്. ഹിന്ദി ഫിലിംസിനൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പഞ്ചം ദ എന്നറിയപ്പെടുന്നത് രാഹുൽ ദേവ് ബർമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു കെമിസ്ട്രി വീഡിയോ സീരീസ് 8ഓളം വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസ് മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുക. അതിനകത്ത് നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ വന്ന ദിവസങ്ങളിൽ പല ഷിഫ്റ്റിലായിട്ട് ചോദിച്ചു കണ്ടു. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 118 എലമെൻറ്റ്സ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. 118 എലമെൻറ്റ്സ്, 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 7 പീരീഡുകളും മോഡേൺ പീരിയോഡിക് ടേബിളിലുണ്ട്. അത് കൂടാതെ 4 ബ്ലോക്കുകളും. ഇത്രയും ടേംസ് ഓർത്ത് വെക്കുക. ദർ ആർ 18 ഗ്രൂപ്പ്സ്, 7 പീരീഡ്സ് ആൻഡ് 4 ബ്ലോക്സ് ഇൻ പീരിയോഡിക് ടേബിൾ. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസിൻ്റെ എണ്ണം ചോദിച്ചാൽ 118 എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, അൺഫിനിഷ്ഡ് എ മെമ്മോയർ is the name of whose autobiography? Unfinished a memoir is the നെയിം ഓഫ് ഹൂസ് ഓട്ടോബയോഗ്രഫി? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പ്രിയങ്ക ചോപ്രയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അത് 2021 പബ്ലിഷ് ചെയ്ത അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് അൺഫിനിഷ്ഡ് എ മെമ്മോയർ. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 4, 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് മിൽഖ സിംഗ്സ് ഓട്ടോബയോഗ്രഫി? ഇത് നേരത്തെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മിൽഖ സിംഗിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ചോദിച്ചത്. ദ റേസ് ഓഫ് മൈ ലൈഫ്. ഇതുപോലെ മറ്റു പല ആൾക്കാരുടെയും ഓട്ടോബയോഗ്രഫി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന ഷിഫ്റ്റുകളിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കാൻ പറ്റുന്നവർ മാക്സിമം നോക്കുക. ഇത് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു ഓട്ടോബയോഗ്രഫി ആരുടെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുവരാജ് സിംഗിൻ്റെ ബുക്കാണ്, ഓട്ടോബയോഗ്രഫിയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അതുപോലെ വൈഡ് ആംഗിൾ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? അനിൽ കുംബ്ലെയുടെയാണ്. അതുപോലെ നോ സ്പിൻ ഷെയ്ൻ വോണിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ ഇത് ഈ 3 ഓട്ടോബയോഗ്രഫി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ഓട്ടോബയോഗ്രഫീസ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെയും അല്ലാത്ത പേഴ്സണാലിറ്റീസിൻ്റെയും നോക്കാമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. 5ാമത്തെ ചോദ്യം, സാഞ്ചി സ്തൂപ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ചോദ്യമാണ്. ഒരുപാട് വട്ടം എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. സാഞ്ചി സ്തൂപ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് വളരെ സിമ്പിളാണ്. മധ്യപ്രദേശിലെ റെയ്സൻ ഡിസ്ട്രിക്റ്റിലാണ്. ഇത് പറയാൻ കാരണം ഇങ്ങനെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് ഏരിയയിലാണെന്നുള്ള രീതിയിൽ പോലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെയ്സൻ ഡിസ്ട്രിക്റ്റ് ഇൻ മധ്യപ്രദേശ്. 6ാമത്തെ ചോദ്യം, ഗോട്ടിപുവ ഡാൻസ് ഇസ് പെർഫോംഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഡാൻസ് ഫോംസ് നമ്മൾ ആദ്യം മുതലേ ആദ്യത്തെ ഷിഫ്റ്റിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഡാൻസ് ഫോംസ് പഠിച്ചിട്ട് വരണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും മിനിമം 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വരിക. ഡാൻസ് ഫോം ഇസ് ഫ്രം ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട ഡാൻസ് ഫോമാണ്. നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ഇൻ വിച്ച് ഫോറസ്റ്റ് ഇസ് സിങ്കോണ ട്രീ ഫൗണ്ട്? സിങ്കോണ ട്രീസ് കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള ഫോറസ്റ്റുകളിലാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. നമ്മൾ വെജിറ്റേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ജോഗ്രഫിയിൽ വെജിറ്റേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു പാർട്ടാണ്. അപ്പോൾ സിങ്കോണ ട്രീ ആണ് ചോദിച്ചിരിക്കുന്നത്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്ന മറ്റു പോയിന്റുകളും ശ്രദ്ധിച്ചോളുക. നീൽഗിരി വാലീസിൽ മേജറായിട്ടും കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ട്രീ ആണ് സിങ്കോണ ട്രീ. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന മേജർ ട്രീ ആണ് സിങ്കോണ ട്രീ. ട്രീസ് ലൈക്ക് റബ്ബർ, മഹാഗണി, എബണി, കോക്കനട്ട്, ബാംബു ആൻഡ് അയൺവുഡ് എക്സെട്ര ഓൾ ഓൾസോ ഫൗണ്ട് ഇൻ ദിസ് ഫോറസ്റ്റ്. അപ്പം ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രീസിൻ്റെ പേര് കൂടി നിങ്ങൾ നോക്കി വെക്കണം. റബ്ബർ, മഹാഗണി, എബണി, കോക്കനട്ട്, ബാംബു ആൻഡ് അയൺവുഡ്. ഇത്രയും ട്രീസിൻ്റെ പേരും കൂടി ഓർക്കുക. സിങ്കോണ ട്രീയുടെ കൂടെ ഇതും കൂടി ഓർക്കുക. അടുത്ത 8ാമത്തെ ചോദ്യം, വിച്ച് സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അറ്റ് ദ എയർപോർട്ട്?
അപ്പോൾ ഇത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊരു സ്കീമിനെ സംബന്ധിച്ചതാണ്. ഉമീദ് മാർക്കറ്റ് പ്ലേസ്, ഇതാണ് സ്കീമിൻ്റെ പേര്. ഉമീദ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്കീമാണ് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും യൂണിയൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചിലപ്പം പല സ്റ്റേറ്റ്സിലെയും കറണ്ട് അഫയേഴ്സ് നോക്കാറില്ല, പക്ഷേ എല്ലാ സ്കീംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോലും സ്കീമുകൾ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. ദിവേഹി ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് വിച്ച് നെയ്ബറിംഗ് കൺട്രി ഇൻ ഇന്ത്യ? അപ്പോൾ നെയ്ബറിംഗ് കൺട്രിയുടെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ചോദിച്ചത്, ആ നെയ്ബറിംഗ് കൺട്രിയുടെയാണ്. പലപ്പോഴും സ്റ്റാറ്റിക് പാർട്ട് ചോദിക്കുമ്പോൾ, സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പം നെയ്ബറിംഗ് കൺട്രീസിൻ്റെ ലാംഗ്വേജ്, അവിടുത്തെ മേജർ സ്പോർട്സ്, അവിടുത്തെ ഫ്രൂട്ട്സ്, അവിടുത്തെ ആനിമൽസ്, ബേർഡ്സ് ഉൾപ്പെടെയുള്ളത് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്. അപ്പം ഇവിടെ ചോദിച്ചത് ലാംഗ്വേജ് ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ചോദിച്ചത്. അപ്പം മാൽഡീവ്സിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ദിവേഹി. ഇനിയും ബാക്കിയുള്ള കുറച്ച് നെയ്ബറിംഗ് കൺട്രീസിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസും കൂടെ നമുക്ക് നോക്കാം. അഫ്ഗാനിസ്ഥാൻ്റെ ആണെങ്കിൽ ദാരോ പഷ്തോ, ഇത് രണ്ടും അഫ്ഗാനിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. ബംഗ്ലാദേശിൻ്റെ ആണെങ്കിൽ ബംഗാളി, ഭൂട്ടാൻ്റെ ആണെങ്കിൽ സോങ്ഗ, ചൈനയാണെങ്കിൽ മണ്ടാരിൻ, ശ്രീലങ്കയുടെ സിൻഹള ആൻഡ് തമിഴ്. അപ്പോൾ നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് റിലേറ്റ് ചെയ്ത ലാംഗ്വേജസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു. ലാംഗ്വേജസ് മാത്രമല്ല, അവരുടെ ഒഫീഷ്യൽ ഗെയിംസ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഫ്രൂട്ട്, ഒഫീഷ്യൽ ആനിമൽസ്, ബേർഡ്സ്, ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇനി 10ാമത്തെ ചോദ്യം, ഭീംസേൻ ജോഷി ബിലോങ്സ് ടു വിച്ച് ഘരാന? ഘരാനാസ്, SSCയുടെ പരീക്ഷ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഘരാനാസ് നമ്മൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ഘരാനാസിലുള്ള ഓരോ ആൾക്കാരുടെ പേരും അതുപോലെ തന്നെ ഓരോ ഇതുമൊക്കെ പഠിക്കാൻ നേരത്ത് അത് നമുക്ക് എപ്പോഴും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഘരാനാസ് SSCയിൽ വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഭീംസേൻ ജോഷി ആണ് ചോദിച്ചത്. അത് കിരാന ഘരാനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഘരാനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസം തന്നെ വേറെ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഘരാനാസ് SSC എക്സാംസിന് പ്രത്യേകിച്ചും പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കേണ്ടത് തന്നെയാണ്. നമ്മൾ വിചാരിക്കും 1 മാർക്കോ 2 മാർക്കോ അല്ലേ, അത് സ്കിപ്പ് ചെയ്ത് കളയാമെന്ന് പലരും വിചാരിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള പല ഇൻഫോർമേഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. അടുത്തത് 11ാമത്തെ ചോദ്യം, സൗത്ത് ചൈന സീ ബിലോങ്സ് ടു വിച്ച് ഓഷ്യൻ? സൗത്ത് ചൈന സീ ബിലോങ്സ് ടു വിച്ച് ഓഷ്യൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട സീസ്, ഓരോ ഓഷ്യനുകളിൽ ഉൾപ്പെടുന്ന സീസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പസഫിക് ഓഷ്യനിലാണ് സൗത്ത് ചൈന സീ വരുന്നത്. പസഫിക് ഓഷനിലാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. മേജർ സീസ്, ഗൾഫ് അല്ലെങ്കിൽ ബേ ഓഫ് പസഫിക് ഓഷ്യനിൽ ആദ്യം നമുക്ക് നോക്കാം. ബെറിംഗ് സീ, യെല്ലോ സീ, സീ ഓഫ് ജപ്പാൻ, സീ ഓഫ് ഓഖോസ്റ്റ്, അതുപോലെ ഗൾഫ് ഓഫ് കാലിഫോർണിയ. ഇത്രയും പസഫിക് ഓഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കാം. സർഗസോ സീ, നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ളത്. അതുപോലെ ഹഡ്സൺ ബേ, ബാൾട്ടിക് സീ, ബാഫിൻ ബേ, നോർത്ത് സീ, ഗൾഫ് ഓഫ് മെക്സിക്കോ. ഇത്രയും അതുപോലെ കരീബിയൻ സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഇത്രയും എവിടെ വരുന്നതാണ്? അറ്റ്ലാന്റിക് സീയുമായിട്ട് ബന്ധപ്പെട്ടും. ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ടത് റെഡ് സീ, പെർഷ്യൻ ഗൾഫ്, അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ബേസ്, സ്ട്രെയിറ്റുകൾ, ഇങ്ങനെയുള്ള ഏതൊക്കെ എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്, എന്തിൻ്റെയൊക്കെ ഇടയിൽ വരുന്നതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ജോഗ്രഫി പാർട്ടിൽ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ മാക്സിമം പറ്റുന്നത് നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ വാസ് മഹാത്മാഗാന്ധി ബോൺ? എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണെന്ന് കരുതുന്നു. മഹാത്മാഗാന്ധി ജനിച്ച ഡേറ്റ് വിത്ത് ഇയർ ആണ് ചോദിച്ചത്. ഒക്ടോബർ 2, 1869. ഒക്ടോബർ 2, 1869. അതുപോലെ ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി നമുക്കറിയാം. സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, പബ്ലിഷ്ഡ് ഇൻ 1927. 1927 പബ്ലിഷ് ചെയ്ത ഓട്ടോബയോഗ്രഫിയാണ് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. 13ാമത്തെ ചോദ്യം, വിച്ച് ട്രൈബ് സെലിബ്രേറ്റ്സ് സാർഹുൾ ഫെസ്റ്റിവൽ? പറയാറുണ്ടല്ലോ, ഡാൻസ് ഫോംസും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസും എപ്പോഴും പറയാറുള്ളതാണ് സാർഹുൾ ഫെസ്റ്റിവൽ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സാർഹുൾ ഫെസ്റ്റിവൽ ജാർഖണ്ഡിലാണ്. അത് ഏത് ട്രൈബാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒറോൺ ട്രൈബാണ് സാർഹുൾ ഫെസ്റ്റിവൽ ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം, വേർ ഇസ് അലൂവിയൽ സോയിൽ ഫൗണ്ട് മോസ്റ്റ്? ഇന്ത്യയിലെ ഫിസിയോഗ്രഫി പഠിക്കുമ്പോൾ അലൂവിയൽ സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചിട്ടുണ്ട്. നോർത്തേൺ പ്ലെയിൻസിലാണ്. ഓക്കെ, അപ്പോൾ നോർത്തേൺ പ്ലെയിൻസിലാണ് അലൂവിയൽ സോയിൽ മേജറായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ഗുരു ആരാണെന്നാണ് ചോദ്യം. ആരാണ്? CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ്.
ചിത്തരഞ്ജൻ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ഗുരു എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ CR ദാസ് എന്ന് പറഞ്ഞു. ഇനിയും സ്പിരിച്വൽ ഗുരു എന്ന് ചോദിച്ചാൽ സ്പിരിച്വൽ ഗുരു ഓഫ് സുഭാഷ് ചന്ദ്രബോസ് വിവേകാനന്ദയാണ്. ഇനി അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയുന്നു. ഓട്ടോബയോഗ്രഫി എക്സാമിന് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നേരത്തെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഓട്ടോബയോഗ്രഫി ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. അടുത്തത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ തന്നിട്ടുണ്ട്. സ്ലോഗൻസ് നേരത്തെ എക്സാമിന് ചോദിക്കാറുള്ളതായിരുന്നു, സ്ലോഗൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഈ വന്ന ഷിഫ്റ്റുകളിലൊന്നും കണ്ടില്ല, പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. ഇത് ആരുടെ സ്ലോഗനാണ്, ആരുടെ വേർഡ്സ് ആണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. 16ാമത്തെ ചോദ്യം, ഗൗർ മാരീസ് ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഫോക്ക് ഡാൻസ് ആണ്. ഡാൻസ് ഫോംസ് വീണ്ടും ചോദിച്ചു. മധ്യപ്രദേശിൻ്റെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൻ്റെയും ഡാൻസ് ഫോമാണ് ഗൗർ മാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 സെൻസസ്? സെൻസസിന്റെ ക്വസ്റ്റ്യൻ എന്താണ് വരാത്തതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. സെൻസസ് ഉറപ്പായിട്ടും വരുമെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. 2011 സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത എക്സാംസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യായിരുന്നു. സിക്കിമാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. പോപ്പുലേഷൻ മാത്രമല്ല, നിങ്ങൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പഠിക്കണം, ലിറ്ററസി പഠിക്കണം, ഫീമെയിൽ ലിറ്ററസി റേറ്റ് പഠിക്കണം, അതുപോലെ ഫീമെയിൽ മോർട്ടാലിറ്റി റേറ്റ് പഠിക്കണം. ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ചോദിച്ചാൽ, പോപ്പുലേഷൻ കൂടുതൽ ചോദിച്ചാൽ ഉത്തർപ്രദേശ്. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ചോദിച്ചാൽ അത് ബീഹാർ. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതാണ്? അരുണാചൽ പ്രദേശ്. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ എപ്പോഴും ചോദിക്കുന്നതാണ് കേരള. ഹയസ്റ്റ് സെക്സ് റേഷ്യോ. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏതാണ്? ഹരിയാന. അപ്പോൾ കേരളവും ഹരിയാനയാണ് ഹയസ്റ്റും ലോവസ്റ്റും സെക്സ് റേഷ്യോ. ഇനിയും ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടുതലുള്ളത് അതും കേരളയാണ്. ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ചോദിച്ചാൽ അത് ബീഹാർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. തിരിഞ്ഞു പോകരുത്. ഈ പറയുന്നത് പലതും നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിഞ്ഞു പോകാതെ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇനി 18ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 40 ഈസ് റിലേറ്റഡ് ടു? 40ാമത്തെ ആർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ എപ്പോഴും വീണ്ടും ചോദിച്ചു കാണുന്നത്. 40ാമത്തെ ആർട്ടിക്കിൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. ആർട്ടിക്കിൾ 40 ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഇനിയും ഒരുപക്ഷെ വേണമെങ്കിൽ ആർട്ടിക്കിൾ 44 ചോദിച്ചാലോ? അത് യൂണിഫോം സിവിൽ കോഡാണ് ആർട്ടിക്കിൾ 44. അപ്പം 40ഉം 44ഉം പറഞ്ഞു. ഇനിയും 41 ആർട്ടിക്കിൾ 41 ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നു. ടു പ്രൊട്ടക്റ്റ് ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, ഇൽനെസ് ആൻഡ് ഡിസബിലിറ്റി. ഇതാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. 40, 41, അതിൻ്റെ കൂടെ 44 കൂടെ ഞാൻ പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡ്. ഇനി 19ാമത്തെ ചോദ്യം, ഭിട്ടാർഗൗൺ ടെമ്പിൾ ഇൻ ഉത്തർപ്രദേശ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭിട്ടർഗൗൺ ടെമ്പിൾ എന്നാണ് ചോദിച്ചത്. ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭിട്ടർഗൗൺ ടെമ്പിൾ ഇൻ ഉത്തർപ്രദേശ് റിലേറ്റഡ് ടു ഗുപ്ത എംപയർ. അവിടെയുള്ള ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം കഴിഞ്ഞു. 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? LK അദ്വാനിയുടെ ഓട്ടോബയോഗ്രഫിയാണ്, അല്ലെങ്കിൽ ലാൽ കൃഷ്ണ അദ്വാനിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് മൈ കൺട്രി മൈ ലൈഫ്. അദ്ദേഹം ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഫ്രം 2002 to 2004. ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു LK അദ്വാനി. 21ാമത്തെ ചോദ്യം, ഹൂസ് ബയോഗ്രഫി ഈസ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി? ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം തന്നെ എത്രമാത്രം ഓട്ടോബയോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നിങ്ങൾ കണ്ടു കാണും. പല ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഓട്ടോബയോഗ്രഫി ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി ഒരു ഫേമസ് ബുക്കാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നേരത്തെ പബ്ലിഷ് ചെയ്ത, വളരെ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്, റീസെൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. പരമഹംസ യോഗാനന്ദൻ്റെ ബുക്കാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മുകുന്ദ് ലാൽ ഘോഷ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ്, അല്ലെങ്കിൽ ഒറിജിനൽ നെയിമാണ് മുകുന്ദ് ലാൽ ഘോഷ്. അറിയപ്പെടുന്നത് പരമഹംസ യോഗാനന്ദ. 22ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഡയറക്ടർ ഓഫ് ദ ഓസ്കാർ അവാർഡ് വിന്നിംഗ് സോങ് നാട്ടു നാട്ടു? ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നടന്ന എക്സാം, CHSL എക്സാമിനോ മറ്റോ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനാലിസിസിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. MM കീരവാണി. ലിറിസിസ്റ്റിൻ്റെ പേരാണ് ചന്ദ്രബോസ്.
ലിറിസിസ്റ്റ് ചന്ദ്രബോസ്, MM.K. കീരവാണിയാണ് അവാർഡ് വിന്നർ ഡയറക്ടർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 23ാമത്തെ ചോദ്യം. In March 2003, Rajasthan has become the first state in the country to give which right to government? ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ റൈറ്റ് കൊടുത്ത ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മാർച്ച് 2023 രാജസ്ഥാൻ ഗവൺമെൻറ് ആദ്യമായിട്ട് റൈറ്റ് ടു ഹെൽത്ത് ഗ്യാരണ്ടി ചെയ്ത സ്റ്റേറ്റ് ആണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ടു ഹെൽത്ത് ആണ്. 2023 റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 24, വാട്ട് വാസ് ദ മാസ്കട്ട് ഓഫ് ദ തേർഡ് എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്? 3ാമത്തെ എഡിഷൻ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ മാസ്കോട്ടിന്റെ പേരാണ് ജിത്തു, വിച്ച് റെപ്രസെന്റ് സ്വാംബ് ഡിയർ. അതായത് ഒരു സ്വാംബ് ഡിയറിന്റെ പേരാണ്, മാസ്കോട്ടിന്റെ പേരാണ് ജിത്തു എന്ന് പറയുന്നത്. അത് ഉത്തർപ്രദേശിലെ ഒരു സ്വാംബ് ഡിയറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്കട്ടാണ്. അതിന്റെ പേര് ജിത്തു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 25ാമത്തെ ചോദ്യം. ബൈ ഹൂം വാസ് ഭാരത വിദ്യാഭവൻ ബിൽറ്റ്? ഭാരത വിദ്യാഭവൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഭാരത വിദ്യാഭവൻ ആരാണ് ബിൽറ്റ് ചെയ്തത്? KM മുൻഷിയാണ്. ഇൻ ദ ഇയർ 1938. ഇതാണ് അടുത്തൊരു ചോദ്യം. 26ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 26th ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് നെഗറ്റീവ് പോപ്പുലേഷൻ ആസ് പെർ സെൻസസ് 2011? നെഗറ്റീവ് പോപ്പുലേഷൻ നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് നെഗറ്റീവ് പോപ്പുലേഷൻ. ഓക്കെ, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് കാണിച്ചത് നാഗാലാൻഡ് ആണ്. അതുപോലെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റെക്കോർഡ് ചെയ്തത് മേഘാലയയിലാണ്. ഇത് എല്ലാം സെൻസസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ജൂട്ട് മിൽസ് ബൈ 2022? ജൂട്ട് മിൽസ് ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം, അത് വെസ്റ്റ് ബംഗാളിലാണ്. ജൂട്ട് എന്ന് പറയുന്ന ഒരു ഖാരിഫ് ക്രോപ്പ് ആണ് എന്ന് കൂടി ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് അവാർഡ് ഇൻ ക്ലാസിക്കൽ ഡാൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഹയസ്റ്റ് അവാർഡാണ് ചോദിച്ചത്. സംഗീത നാടക അക്കാദമി അവാർഡാണ്. ഹയസ്റ്റ് അവാർഡ് സംഗീത നാടക അക്കാദമി അവാർഡാണ്. അതുപോലെ 29ാമത്തെ ചോദ്യം. ഗംഗൂബായി ഹങ്കൽ ബിലോങ്സ് ടു വിച്ച് ഘരാന? ഘരാനയുടെ ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ചിലപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിട്ടുകളയാം ഒരുപക്ഷെ. അതുകൊണ്ട് ഒരിക്കലും വിട്ടുകളയരുത്, ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നുണ്ട്. കിരാന ഘരാനയാണ് ഗംഗൂബായി ഹങ്കൽ ഈസ് റിലേറ്റഡ് ടു. അതുപോലെ 30ാമത്തെ ചോദ്യം. ബിഹു റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് ഈ PDF, ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ക്ലാസിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മറ്റ് എക്സ്പ്ലനേഷൻസ് വായിച്ച് മനസ്സിലാക്കാം. റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. 30ാമത്തെ ചോദ്യം. ബിഹു ഇസ് ദ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ബിഹു ഫോക്ക് ഡാൻസ് വീണ്ടും ചോദിച്ചു. ആസാം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? ബിഹു ഒക്കെ എപ്പോഴും ചോദിക്കുന്നത്, എല്ലാ എക്സാംസിനും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കുന്നത് കാണാറുണ്ട്. ഇനി 31ാമത്തെ ചോദ്യം. ഹൗ മെനി ഗോൾഡ് മെഡൽസ് ഹാസ് ഇന്ത്യ വോൺ ഇൻ ദ വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്? വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 4 ഗോൾഡ് മെഡൽസ് ആണ്. 4 ഗോൾഡ് മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്. 32ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി? നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി 1921 ഫൗണ്ട് ചെയ്തത്. 1921 ഇൻ വെസ്റ്റ് ബംഗാൾ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. 33ാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് മൊമെന്റം? എൻ്റെ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ പറയാറുള്ളതാണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണെന്നും വെലോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും അറിയാമെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി കൂടിയാണ്. ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി 34ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടേക്സ് പ്ലേസ്? ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1905. അതുപോലെ തന്നെ 1905 തന്നെയാണ് എന്ത് തുടങ്ങിയത്? സ്വദേശി മൂവ്മെൻറ്റ്, സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യയിൽ ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് സ്വദേശി മൂവ്മെൻറ്റ്. അത് സ്റ്റാർട്ട് ചെയ്തതും 1905 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത്. 35ാമത്തെ ചോദ്യം. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ പ്രസന്റ് ടിൽ 2023? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കുന്ന ഷെഡ്യൂൾസിന്റെ എണ്ണം
12 ഷെഡ്യൂൾസ്. ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, പൊളിറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് ഫുൾ മാർക്ക് പൊളിറ്റിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കണം. 36ാമത്തെ ചോദ്യം, ഇൻ ഹൗ മെനി സ്റ്റേറ്റ്സ് ഹാസ് ഗരീബ് കല്യാൺ യോജന ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ 2020? ഗരീബ് കല്യാൺ യോജന സ്കീമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം 6 സ്റ്റേറ്റ്സ്, 6 സ്റ്റേറ്റുകളിലാണ്. ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ. ഇത്രയും സ്റ്റേറ്റുകളിലാണ്, 6 സ്റ്റേറ്റുകളിലാണ് ഗരീബ് കല്യാൺ യോജന. 37ാമത്തെ ചോദ്യം, വിച്ച് ഡാൻസ് ഡസ് ഹേമ മാലിനി പെർഫോം? ഹേമമാലിനി ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത്? ഭരതനാട്യമാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ സെപ്റ്റംബർ 5-ന് എല്ലാ ഷിഫ്റ്റുകളിലുമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കാര്യം, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോബയോഗ്രഫി ഞാൻ പറഞ്ഞു, അതുപോലെ പൊളിറ്റി നോക്കുന്നവർ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു. അതുപോലെ ഡാൻസ് ഫോംസ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് നോക്കിയിട്ട് പോകണം. ഘരാന പറ്റുമെങ്കിൽ നോക്കിയിട്ട് പോകണം. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഘരാനാസിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ സെൻസസ് ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അവസാന നിമിഷം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു മാർക്കെങ്കിലും നിങ്ങളെ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.